ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. ഇന്നത്തെ വീഡിയോ കളക്റ്റീവ് നൗൺസിൻ്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് CGL ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വെച്ചുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പരിശോധിക്കാം. ദി ജൂറി വാസ് യുനാനിമസ് ഇൻ ദി വെർഡിക്റ്റ്, നോ എറർ. ഇതായിരുന്നു നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. ദി ജൂറി വാസ് യുനാനിമസ് ഇൻ ദി വെർഡിക്റ്റ്, നോ എറർ. അപ്പോൾ ദി ജൂറി വാസ് എന്നുള്ള എ പാർട്ടായിരുന്നു, യുനാനിമസ് എന്ന് പറയുന്ന ബി പാർട്ട്, ഇൻ ദി വെർഡിക്റ്റ് എന്ന് പറയുന്ന സി പാർട്ട്. പിന്നെ ഇതിനകത്ത് ഒന്നും എറർ ഇല്ല എങ്കിൽ എഴുതാൻ വേണ്ടി നോ എറർ എന്നുള്ള ഡി പാർട്ട്. ഇങ്ങനെ 4 പാർട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനകത്ത് സബ്ജക്റ്റ് ഏതാ? ജൂറിയാണ്. ജൂറി എന്താണ്? ഒരു കളക്റ്റീവ് നൗണാണ്. എന്തുകൊണ്ടാണ് ജൂറി കളക്റ്റീവ് നൗണാണെന്ന് നമുക്കറിയാം. ജൂറി എന്തിനുള്ളതാണ്? ഒന്നുകിൽ ഒരു ഡിബേറ്റിൻ്റെയോ ഒരു പ്രോഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ലീഗൽ കേസിൻ്റെയോ ഒക്കെ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് പോയി ചേരുന്നതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ജൂറി എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ജൂറി എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒന്നിലധികം ആളുകൾ ചേരുന്നതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്ലൂറലാണ്. ശരിയല്ലേ? പക്ഷേ അത് കളക്റ്റീവ് നൗണാണ്, ഒരുമിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെയും വരുന്ന അവസരങ്ങളുണ്ട്. ഒരു കളക്റ്റീവ് നൗണ് ചിലപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ സിംഗുലറായിട്ട് എടുക്കും. അത് ഡിവൈഡഡ് ആയിട്ട് വരികയാണെങ്കിൽ, ഇൻഡിവിജ്വലായിട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ പ്ലൂറലായിട്ടും എടുക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ദി ജൂറി വാസ് യുനാനിമസ്. അപ്പോൾ നോക്കി, ഇതിനകത്തുള്ള ഓരോ സ്ട്രക്ചർ, ഓരോ പാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കിത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ദി ജൂറി വാസ് യുനാനിമസ് ഇൻ ദി വെർഡിക്റ്റ്. അപ്പം നമുക്ക് ഈ സെൻറ്റൻസിനെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് ഏതൊക്കെ പാർട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് സബ്ജക്റ്റ് ഇതാണ്, ജൂറിയാണ്. ശരിയല്ലേ? ജൂറി എന്തൊരു നൗണാണത്? കളക്റ്റീവ് നൗണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെർബ് വന്നിരിക്കുന്നത് ഏതാ? വാസാണ്. വാസ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലറിനെ കാണിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇതിൻ്റെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കാണാവുന്നതാണ്. വാസ് സിംഗുലറാണ്. അത് കഴിഞ്ഞാൽ യുനാനിമസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവാണ്. പിന്നെ ഇൻ ദി വെർഡിക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വെർഡിക്റ്റ് എന്ന് പറയുന്ന ഒരു നൗണാണ്. ആ നൗണിലാണ് അവസാനിക്കുന്നത്, തുടങ്ങുന്ന ഒരു പ്രിപ്പോസിഷനിലാണ്. അങ്ങനെ പ്രിപ്പോസിഷൻ തുടങ്ങി നൗണിൽ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തിനെ, ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്കൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കാം. ഈ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇവിടെ ഒരു ആഡ്വർബിൻ്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആഡ്വർബിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, യുനാനിമസ് എന്ന് പറയുന്ന ആ ഒരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻ ദി വെർഡിക്റ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസ്. അതുകൊണ്ട് നമ്മളതിനെ ആഡ്വർബിയൽ ഫ്രേസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സെൻറ്റൻസിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ജൂറി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, വാസ് എന്ന് പറയുന്നൊരു വെർബുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അഡ്ജക്റ്റീവ് യുനാനിമസ് എന്ന് പറയുന്നൊരു അഡ്ജക്റ്റീവ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ ദി വെർഡിക്റ്റ് എന്ന് പറയുന്ന ഒരു ആഡ്വർബിയൽ ഫ്രേസ് ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് സ്ട്രക്ചർ വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് പരീക്ഷ ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാൻ പോകണ്ട. നമ്മളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ള കാര്യം. ശരിയല്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ഈ സെൻറ്റൻസിനകത്ത് എവിടെയാണ് എറർ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതെങ്ങനെയാണ് പരിശോധിക്കുന്നത്? എക്സ്പ്ലനേഷൻ ഓഫ് ദി എറർ നോക്കാം. ജൂറി ഈസ് എ കളക്റ്റീവ് നൗൺ ആക്ടിങ് ആസ് എ സിംഗിൾ യൂണിറ്റ് ബിക്കോസ് ദി ഡിസിഷൻ വാസ് യുനാനിമസ്. കണ്ടോ? അപ്പോൾ ഇവിടെ ജൂറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിംഗിൾ യൂണിറ്റ് ആവുന്നത്? അവരുടെ ഡിസിഷൻ യുനാനിമസ് ആണ്. സോ ദി സിംഗുലർ പൊസസീവ് പ്രൊനൗൺ ഇറ്റ്സ് ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി ആർട്ടിക്കിൾ ദി. ഇനി നമ്മളെന്ത് പറഞ്ഞേ? അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എന്നാണ്. ദി എന്നുള്ള ആർട്ടിക്കിളല്ല ഉപയോഗിക്കേണ്ടത്. അതിന് പകരം നമ്മളെന്താണ്? ഇറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. കൂടാതെ വെർഡിക്റ്റ് ഷുഡ് നോട്ട് ബി ക്യാപിറ്റലൈസ്ഡ് അൺലെസ് ഇറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ. വേറൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, വെർഡിക്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ എന്താണ് സ്പെല്ലിങ് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇൻ ദി വെർഡിക്റ്റ് എന്ന് പറയുന്നത് വി ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്നത്. വെർഡിക്റ്റ് എന്ന് പറയുന്ന ഒരു കോമൺ നൗണാണ്. ഇതൊരു പ്രോപ്പർ നൗണല്ല. എപ്പോഴെങ്കിലും ഒരു സെൻറ്റൻസിൻ്റെ മധ്യഭാഗം, സെൻറ്റൻസിൻ്റെ തുടക്കത്തിലല്ലാതെ എവിടെയെങ്കിലും എഴുതുന്ന സമയത്ത് ഒരു പ്രോപ്പർ നൗൺ അല്ലാത്ത ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ വരത്തില്ല. അപ്പോഴത്തന്നെ നമുക്കറിയാം ഇവിടെയാണ് മിസ്റ്റേക്ക് എന്നറിയാം. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ദി എന്ന് പറയുന്ന സാധനത്തിന് ആവശ്യമില്ല. എന്തുകൊണ്ട് ദി എന്ന് പറയുന്ന ആവശ്യമില്ല? അതായത് ജൂറി എന്ന് പറയുന്ന യുനാനിമസ് ആയിട്ടുള്ളൊരു ജൂറിയുടെ ഡിസിഷനാണ്.
അപ്പോൾ ആ ജൂറിയെ കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് പൊസസീവ് പ്രോനൗണാണ്. പൊസസീവ് പ്രോനൗൺ ഏതാണ് ഉപയോഗിക്കുന്നത്? സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം 2 കാരണങ്ങൾ കൊണ്ട്, ഒന്ന് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചതുകൊണ്ട്, 2 വി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ഈ 2 കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്താ പറയാം, എറർ എവിടെയാണ്? നമ്മുടെ സിയിലാണ്, അല്ലേ? ശരിക്കുള്ള കറക്റ്റ് സെൻറ്റൻസ് എങ്ങനെയായിരിക്കണമായിരുന്നു? ദ ജൂറി വാസ് യുനാനിമസ് ഇൻ ഇറ്റ്സ് വെർഡിക്റ്റ്. ശരിയല്ലേ? അടുത്ത നോക്കാം. ഇനി നമുക്ക് ചില അഡീഷണൽ എക്സാമ്പിൾസ് കൂടെ നോക്കാം. ദി കമ്മിറ്റി ഹാസ് ഗീവൺ ഇറ്റ്സ് ഫൈനൽ ഡിസിഷൻ. ശരിയാണ്. ദി കമ്മിറ്റി ഹാസ് ഗീവൺ ദി ഫൈനൽ ഡിസിഷൻ. ഓക്കെ, ദി കമ്മിറ്റി ഹാസ് ഗീവൺ ഇറ്റ്സ് ഫൈനൽ ഡിസിഷൻ. അവരുടെ ഫൈനൽ ഡിസിഷൻ കമ്മിറ്റി കൊടുത്തു എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ദീയുടെ ആവശ്യമില്ല. ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി? ഇറ്റ്സ് ഉപയോഗിച്ചാൽ മതി. അതേപോലെ ദി ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്ന ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കോമൺ നൗണാണ്. അപ്പം നമുക്ക് അതിനകത്ത് എന്തിൻ്റെ ആവശ്യമില്ല? ക്യാപിറ്റൽ ഡിയുടെ ആവശ്യമില്ല. ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്തിൻ്റെ ആവശ്യമില്ല? നമുക്കിവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ദി എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ ശരിക്കുള്ള സെൻറ്റൻസ് ഏതാണ്? ദി കമ്മിറ്റി ഹാസ് ഗീവൺ ഇറ്റ്സ് ഫൈനൽ ഡിസിഷൻ. ശരിയല്ലേ? അതേപോലെ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ദി ഓഡിയൻസ് ഷോഡ് ഇറ്റ്സ് അപ്രീസിയേഷൻ വിത്ത് അപ്ലോസ്. ദി ഓഡിയൻസ് ഷോഡ് ഇറ്റ്സ് അപ്രീസിയേഷൻ വിത്ത് അപ്ലോസ്. ശരിയല്ലേ? ദി ഓഡിയൻസ് ഷോഡ് ദി അപ്രീസിയേഷൻ വിത്ത് അപ്ലോസ്. അവിടെ നമ്മളെന്ത് ഉപയോഗിക്കുന്നത്? ഓഡിയൻസ് ഷോഡ് ദി അപ്രീസിയേഷൻ എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടില്ല. ഓക്കെ, പക്ഷേ നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ ദി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ശരിയല്ലേ? ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്, അല്ലേ? ശ്രോതാക്കളാണ്. പ്രേക്ഷകർ എന്ന് പറയാൻ പറ്റില്ല, ശ്രോതാക്കളാണ്. സംഭവം കേൾക്കുന്ന ആളുകളാണ്. ഓഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഓഡിയൻസ്. ശരിയല്ലേ? ശ്രോതാക്കളാണ്. ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പ്ലൂറലാണ്. ശരിയല്ലേ? പക്ഷേ അത് നമ്മൾ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെടുത്താൽ മതി? ഇവിടെ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്തുപയോഗിക്കേണ്ട ആവശ്യമില്ല? ദി എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തുപയോഗിച്ചാൽ മതി? ഇറ്റ്സ് എന്ന് പറയുന്ന പൊസസീവ് പ്രോനൗണിനെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ശരിയായിട്ടുള്ളതിനകത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്, അല്ലേ? ആദ്യ സെൻറ്റൻസിനകത്തും അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്? ആർട്ടിക്കിളിനെ ഉപയോഗിക്കരുത്, പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കണം. അതേപോലെയുള്ള നൗണ് പ്രോപ്പർ നൗൺ അല്ല എന്നുണ്ടെങ്കിൽ, കോമൺ നൗണാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ ഒരു കാരണവശാലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അഡീഷണലായിട്ട് ചില എക്സാമ്പിൾസ് നോക്കാം. ജൂറി വാസ് ഡിവൈഡഡ് ഇൻ ദി വെർഡിക്റ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ ദി ജൂറി വാസ് യുനാനിമസ് ഇൻ ദി വെർഡിക്റ്റ് എന്നാണ്. ശരിയല്ലേ? പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ജൂറി എന്താണ് ഡിവൈഡഡ് ആണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവർക്ക് വേറെ വേറെയാണ് അഭിപ്രായമുള്ളത്. ശരിയല്ലേ? അപ്പോൾ അവരെന്തോട്ടി? ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡിവൈഡായി, അങ്ങനെ ഇൻഡിവിജ്വലായി. അങ്ങനെ വരുന്നുണ്ട് എന്ത് പറ്റും? അതൊരു സിംഗിൾ എൻറ്റൈറ്റി ആണെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സിംഗുലർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇഫ് ദി ജൂറി ഈസ് ആക്ടിങ് ആസ് വൺ എൻറ്റൈറ്റി, എ സിംഗുലർ വെർബ് ഈസ് യൂസ്ഡ്. അതായത് ഒരു സിംഗിളായിട്ട് ജൂറി ഈസ് ആക്ടിങ് ആസ് വൺ എൻറ്റൈറ്റി, ഒന്നായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാവൂ? സിംഗുലർ വെർബ് ഉപയോഗിക്കാവൂ. അപ്പോൾ ദി ജൂറി വാസ് യുനാനിമസ് ഇൻ ഇറ്റ്സ് വെർഡിക്റ്റ്. ശരിയല്ലേ? ദി ജൂറി വാസ് യുനാനിമസ് ഇൻ ഇറ്റ്സ് വെർഡിക്റ്റ്. അവിടെ നമ്മൾക്ക് കണ്ടത് എന്താണ്? യുനാനിമസ് ആണ്, ഒന്നായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തോ ഉപയോഗിച്ചു? വാസ് എന്ന് ഉപയോഗിച്ചു. ദി ജൂറി വേർ ഡിവൈഡഡ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ദി ജൂറി വേർ ഡിവൈഡഡ് ഇൻ ദെയർ വെർഡിക്റ്റ്. കണ്ടോ? അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവർ വേറെ വേറെ ആയപ്പോൾ എന്ത് പറ്റി? അതിനെ നമ്മൾ പ്ലൂറലായിട്ടുള്ള വെർബാണ് ഉപയോഗിച്ചത്. ദി ജൂറി വേർ ഡിവൈഡഡ് ഇൻ ദെയർ വെർഡിക്റ്റ്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പ്ലൂറലായിട്ട് വരുമ്പോൾ ദി ജൂറി വേർ ഡിവൈഡഡ് എന്ന് പറയുമ്പോൾ അവിടെ ജൂറി പ്ലൂറലായിട്ടാണ് വരുന്നത്. അതായത് വേറെ വേറെ ആളുകളായിട്ട് ഡിവൈഡ് ചെയ്താണ് വരുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് അല്ല, ദേർ ആയിരിക്കും. ഇതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് എപ്പോഴെങ്കിലും നമ്മൾ ഒരു കളക്റ്റീവ് നൗണിനെ നമ്മൾ വേറെ വേറെ ആയിട്ട്, അതായത് പ്ലൂറലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പൊസസീവ് പ്രോനൗൺ ഇറ്റ്സ് അല്ല, അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദേർ എന്ന് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.